തീരദേശ പദയാത്രയോട് അനുബന്ധമായി ഒരു സമരയാത്രയോടനുബന്ധമായി നടക്കുന്ന പൊതുസമ്മേളനമാണിത്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വലിയ ചർച്ചകൾ നടക്കേണ്ടുന്ന ഒരു സമയമാണിത്. അത് ഇന്ത്യയിലെ, കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണിത്. വലതുപക്ഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ശക്തി മനുഷ്യത്വ വിരുദ്ധതയുടെ, ജനാധിപത്യ വിരുദ്ധതയുടെ, മർദ്ദകരുടെയും ചൂഷകരുടെയും ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു ശക്തി ആഗോളതലത്തിൽ തന്നെ അവരുടെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഡെമോക്രാറ്റുകളുടെ മോശപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഫലമായി അമേരിക്കയിലെ ട്രംപിൻ്റെ വരവാണ് സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു ആഗോളതല വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നീക്കമെന്ന് പറയാവുന്നത്. കാനഡയിലെ ഡെമോക്രാറ്റുകളുടെ വരവ് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ട്രംപ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ലോകത്ത് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് അവസാനം ചൈനയിൽ മാത്രം ഒതുക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുവ പ്രഖ്യാപനം പോലും ആഗോളതലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു ഇമ്പാക്റ്റ് ക്രൂഡ് ഓയിലുകളുടെ വില കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിൻ്റെ ഗുണം അനുഭവിക്കാൻ ട്രംപിൻ്റെ അളിയൻ ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നമുക്കതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുരന്തമെന്ന് പറയുന്നത്. UAE-യിൽ കഴിഞ്ഞ ആഴ്ചയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറക്കാനിരിക്കുകയാണ്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ ഈ തകർച്ച വലിയായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഈ വലതുപക്ഷ രാഷ്ട്രീയം അതിൻ്റെ ജനവിരുദ്ധ സമീപനങ്ങൾ എടുക്കുന്നതിന് രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട്. അത് ട്രംപ് മുതൽ സഖാവ് പിണറായി വിജയൻ വരെ വരുന്നവരെ നിങ്ങൾ പരിശോധിച്ചാൽ പിണറായി വിജയൻ പറയുന്നത് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ്. അത് പേരുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ സമഗ്രമായി വിലയിരുത്തിയാൽ വളരെ കൃത്യമായി പറയാനാവും അത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അനുരണനങ്ങളുള്ള ഒരു രാഷ്ട്രീയമാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈകാരികതയെ വോട്ടുകളാക്കി മാറ്റാനുള്ള ഒരു പ്രാവീണ്യം ആഗോളതലത്തിൽ തന്നെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രം അവർക്കൊരു വിഷയമല്ല, ജനങ്ങൾ അവർക്കൊരു പ്രശ്നമല്ല, ജനകീയമായ പ്രശ്നങ്ങളോടുള്ള സമീപനങ്ങളും അവർക്ക് ഗൗരവത്തിലുള്ളതല്ല. ഒരൊറ്റ ഉദാഹരണം ഈ 10 വർഷക്കാലം ഇന്ത്യ ഭരിച്ച നരേന്ദ്രമോദി മാത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ രാജ്യം രൂപീകൃതമാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തെക്കുറിച്ചൊരു സ്വപ്നമുണ്ടായിരുന്നു എല്ലാവർക്കും. സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് രാജ്യത്ത് അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവരുത് എന്ന് ഗാന്ധി നിഷ്കർഷിച്ചത് ഇത് നമ്മുടെ മണ്ണാണ്. പോരാട്ടത്തിന്റെ പേരിലാണെങ്കിൽ പോലും മുറിവുണ്ടാവരുത്. നിങ്ങളിൽ ഒരാൾ മരിച്ചുപോയിട്ട് നാളെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്താ കാര്യം? അവൻ തീർന്നു പോവില്ലേ? സുഭാഷ് ചന്ദ്രബോസിനോട് ഗാന്ധി ചോദിക്കുന്നുണ്ട്, കുറേ ശവകുടീരങ്ങളുടെ മുകളിലാണോ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പോക്കേണ്ടത്? അല്ലല്ലോ. അതൊരു സൂക്ഷ്മതയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ തലേ ദിവസങ്ങളിൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ നടക്കുന്ന സംഭാഷണം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. എത്രമാത്രം അവർക്ക് അതിൽ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന്. സബർമതി ആശ്രമത്തിൽ നിന്ന് തലേ ദിവസം രാത്രി ഏകദേശം ഒരു 3 മണിക്കാണ് നെഹ്റു ഡൽഹിയിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് അവർ സംസാരിച്ചത് രാജ്യം വരികയാണ്, ബ്രിട്ടീഷുകാർ പോവാണ്, നമ്മൾ എങ്ങനെയാ ഭരിക്കേണ്ടത്, ചില നിർദ്ദേശങ്ങൾ ഗാന്ധിജി പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവസാനം ചർച്ച പൂർത്തീകരിച്ച് കഴിഞ്ഞില്ല. രാത്രിയിൽ പിരിയുമ്പോൾ നെഹ്റു പറയുന്നുണ്ട്, നമുക്ക് നാളെ കാണാം ഡൽഹിയിൽ വെച്ച്. ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ആദ്യം ആ പതാക ഉയരുന്ന ദിവസം നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് സന്തോഷത്തോടെ ബാപ്പുജിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട് നെഹ്റു. പിറ്റേ ദിവസം ഗാന്ധിജി ഡൽഹിയിലേക്കൊന്നും പോയില്ല. അയാള് രാഷ്ട്രീയത്തിലെ ഒരു നിസ്വനായ ഒരു മഹാമനുഷ്യയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിനോട് പിറ്റേന്ന് ഒരു കത്തെഴുതി കൊടുത്തു നെഹ്റുവിന്, ഞാൻ വരുന്നില്ല, നബുക്കാലിയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തല്ലുകയാണ്. അപ്പൊ എങ്ങനെയാണ് എനിക്ക് ഡൽഹിയിൽ സ്വസ്ഥമായി വന്നിരിക്കാനാവുക? ഞാൻ വരുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ സുപ്രധാനമായ കാര്യം ഇതാണ്. ഗാന്ധിജി പറയാണ്, വിദ്യാഭ്യാസം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
കർഷകരെ നിങ്ങൾ മറക്കരുത്. അവർ ഈ മണ്ണിന്റെ മക്കളാണ്. തൊഴിലാളികളെ നിങ്ങൾ മറക്കരുത്. ഈ രാജ്യത്തിലെ ഏതൊരു സാധാരണക്കാരന്റെയും പ്രശ്നം രാഷ്ട്രത്തിന്റെ പ്രശ്നമാകുന്നത് വരെ നിങ്ങളത് ഗൗരവത്തോടെ കാണണം. ഒരുപാട് കാര്യങ്ങൾ നെഹ്റുവിന്റെ ഭരണം ആരംഭിച്ചു. ഒരുപാട് പഞ്ചവത്സര പദ്ധതികൾ പിന്നെയുമായി ഈ രാജ്യത്ത് നമ്മൾ കൊണ്ടുവന്നു. നെഹ്റു അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യ വിളിച്ച മുദ്രാവാക്യം റൊട്ടി കപ്ഡ മക്കാൻ എന്നാണ്. കഴിക്കാൻ ഭക്ഷണം വേണം, പാർക്കാൻ ഒരു കുടില് വേണം, ധരിക്കാൻ വസ്ത്രം വേണം. വസ്ത്രമില്ലാത്ത കാലത്ത് ഗാന്ധിജി തന്റെ മേൽക്കുപ്പായം വലിച്ചെറിയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്നത് വരെ ഞാനത് ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദാരിദ്ര്യങ്ങളിൽ, കഷ്ടപ്പാടിൽ, തികച്ചും ഒന്നുമില്ലാത്ത ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുമ്പോഴുള്ള സ്വപ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പതുക്കെ 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 അന്ന് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ RSS ഇല്ല. എവിടെ? ഈ മുഖ്യധാരയിലില്ല. അവർ 925 ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൽ അവരില്ല. പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് അവർക്കറിയില്ല. രാജ്യത്തിന്റെ IIM NIT കെട്ടിപ്പടുക്കുമ്പോൾ അവരുടെ പങ്കാളിത്തമില്ല. അതിജീവനത്തിന്റെ ഇന്ത്യയിൽ അവരാരും ഉണ്ടായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകൾ അടക്കം. കമ്മ്യൂണിസ്റ്റുകൾ ഈ 1980കളുടെ അവസാനത്തിലാണ് ഓഗസ്റ്റ് 15 സ്വന്തം പാർട്ടി ഓഫീസിൽ പോലും ഇന്ത്യയുടെ പതാക ഉയർത്താൻ തീരുമാനിക്കുന്നത്. അതുവരെ ഇല്ല, 80കൾ വരെ ഇല്ല. രാജ്യം കെട്ടിപ്പടുക്കാൻ ഒരു രാഷ്ട്രം എങ്ങനെയാവണം, ഏതു തരത്തിൽ പോകണം, മനുഷ്യർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുക ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ഭരണാധികാരിയുടെ ധാരണയും കാഴ്ചപ്പാടുമാണ്. ഇത് നിങ്ങളൊരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അവർക്ക് അധികാരം വേണം, മനുഷ്യർ വേണ്ട. ഞാൻ ചോദിക്കട്ടെ, RSSനെ നമ്മൾ എതിർക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? അവര് ഹിന്ദു സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്നത് കൊണ്ടാണോ? അല്ലല്ലോ. അതെങ്ങനെ തെറ്റാവുക? മുസ്ലിം ലീഗ് എന്ന പേരും വെച്ചിട്ട് ഒരു പരിപാടി നടത്തിയിട്ട് നമ്മൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഘടനയെ എങ്ങനെയാണ് എതിർക്കുക? അതല്ലല്ലോ പ്രശ്നം. സാമുദായിക സംഘടനത്തിന് 2 തരത്തിലുള്ള പ്രശ്നമുണ്ട്, 2 തരം രീതികളുണ്ട്. അത് പരിശോധിക്കുമ്പോഴാണ് ഹിറ്റ്ലറുടെ നാസിസത്തെക്കാൾ അപകടകരമാണ് RSSന്റെ ഫാഷിസം എന്ന് നിങ്ങൾക്ക് ബോധ്യമാവുക. എന്താണത്? ഒറ്റ കാര്യം ഞാൻ പറയാം. സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു എന്നിടത്ത് ആരൊക്കെയുണ്ട്? കേരളത്തില് മന്നത്ത് പത്മനാഭനുണ്ട്, ശ്രീനാരായണ ഗുരുദേവനുണ്ട്, ഡോക്ടർ പൽപ്പുണ്ട്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്, KM സീതി സാഹിബുണ്ട്, ബാഫക്കിത്തങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നവോത്ഥാന നായകന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. ഇവരൊക്കെ അവനവന്റെ സമുദായങ്ങൾക്ക് വേണ്ടി വാദിച്ചവരാണ്. അപ്പോൾ ഹിറ്റ്ലറോ? അതല്ലേ ഹിറ്റ്ലറും ചെയ്തത്? ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വാദിച്ചവനാണ്. വ്യത്യാസം ഒന്നാണ്. എന്താ വ്യത്യാസം എന്നറിയോ? ഹിറ്റ്ലർ പറഞ്ഞത് എന്റെ സമുദായമല്ലാത്തവർ കൊല്ലപ്പെടണമെന്നാണ്, അവരെ നിഷ്കാസനം ചെയ്യണമെന്നാണ്, അവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്നാണ്. ലോകത്തിന്റെ തെരുവുകളിൽ ജൂതന്മാരെ കൊന്നൊടുക്കാൻ ഹിറ്റ്ലർ നടത്തിയ പ്രയത്നങ്ങൾ ഹിറ്റ്ലർ തന്റെ സമുദായത്തിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. അവിടെയാ വ്യത്യാസം. നിങ്ങൾക്ക് സമുദായത്തിന് വേണ്ടി വാദിക്കാം, ഏത് എക്സ്ട്രീം വരെയും പോവാം. പക്ഷേ CH മുഹമ്മദ് കോയ സാഹിബ് വരച്ചു വെച്ച തലമുടി നാരിയുടെ വരമ്പുണ്ട്, അതിനപ്പുറത്ത് പറ്റൂല. മറ്റൊരു സമുദായത്തിന്റെ അവകാശം കവർന്നെടുക്കുന്നത് വരെ ഉള്ളൂ നിന്റെ സമുദായത്തിന്റെ അവകാശ ബോധത്തിന്റെ അർത്ഥം. ഞാൻ ഹിറ്റ്ലറേക്കാൾ അപകടകരമാണ് ഇന്ത്യയിലെ ഫാഷിസം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയുമോ? അതെന്തെന്നാൽ മറ്റുള്ളവരുടെ നാശം ഹിറ്റ്ലറെ പോലെ RSS ആഗ്രഹിക്കുന്നു. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടണം, ക്രിസ്ത്യാനികൾ കൊന്നു തീർക്കപ്പെടണം, എല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഹിറ്റ്ലർ ചെയ്തത് ജൂതന്മാരെ കൊല്ലുമ്പോൾ അവരുടെ ജർമ്മൻകാരായ വിശ്വാസികൾ തന്റെ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളെ പരിരക്ഷിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം RSS ചെയ്യുമോ? ഇതാ ചോദ്യം. നിങ്ങൾ മതത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ മറ്റു മതങ്ങളെ, മറ്റു വിശ്വാസികളെ ആക്രമിക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ ഭീകരമായി വേട്ടയാടുന്നു, ഇന്ത്യയിലെ ദളിതുകളെ വേട്ടയാടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെ ഗുണഫലത്തിന്റെ 1000-1 ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിന് കൊടുക്കാൻ നിങ്ങൾ എന്തേ ശ്രമിക്കാത്തത്? അതല്ലേ പ്രശ്നം. ഹിറ്റ്ലർ പോലും ചെയ്യാത്ത കാര്യമാണ്. ഹിറ്റ്ലർ ജർമ്മനിക്കാർക്ക് വേണ്ടി നിന്നു. നിങ്ങളോ ഈ ഹിന്ദു സമൂഹത്തിന്റെ പേരിൽ വോട്ട് വാങ്ങുക, അധികാരത്തിൽ വരിക,
അവർക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് പറയുക, അവരുടെ വികാരങ്ങളിൽ എണ്ണയൊഴിക്കുക. എന്നിട്ടോ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലം സാമുദായികമായ കണക്കെടുത്താൽ ഈ രാജ്യത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്ക് വേണ്ടി നരേന്ദ്രമോദി ചെയ്ത ഒരു കണക്ക് പറഞ്ഞേ നിങ്ങൾ. എന്താ ചെയ്തത്? എന്ത് ഗുണം ഉണ്ടാക്കിയത്? NRC കൊണ്ടുവന്നാൽ ഹിന്ദുക്കൾക്ക് ഗുണമുണ്ടോ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് അവരുടെ മാത്രം പ്രശ്നം. ആ വഖഫ് സ്വത്ത് അതിന്റെ മുകളിൽ നിങ്ങൾ അധികാരത്തിന് ദണ്ഡിറക്കിയാൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഗുണം ഉണ്ടാവുമോ? ഹിന്ദുക്കൾക്ക് ഗുണം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പെട്രോളിന്റെ വില കുറക്ക്. 80% വരുന്ന ഹിന്ദു സഹോദരന്മാർക്ക് അത്ര പൈസ കൊടുത്താൽ പോരെ? ഹിന്ദുക്കൾക്ക് ഗുണമുള്ള കാര്യമുണ്ട്. നിങ്ങൾ സാധനങ്ങളുടെ വില കുറക്ക്. അത് നിങ്ങൾ ചെയ്യണില്ല. രാജ്യത്ത് എന്തെങ്കിലും മനുഷ്യന് ഉപകാരമുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യ്. ഈ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്ക്. 80%-ലധികം ഹിന്ദു സഹോദരന്മാർക്കല്ലേ കിട്ടുക? ഈ രാജ്യത്തിലെ റുപ്പിയയുടെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ നോക്ക്. ഇന്ത്യൻ റുപ്പിയയുടെ മൂല്യവർദ്ധനവ് ഉണ്ടാക്കാൻ നോക്ക്. ഈ രാജ്യത്തിലെ 80%-ലധികം വരുന്ന ഹിന്ദു സഹോദരന്മാർക്കല്ലേ അതിന്റെ ഉപകാരം ഉണ്ടാവുക? എന്റെ RSSകാരാ, നിങ്ങൾ ഈ രാജ്യത്ത് മോദിക്ക് വേണ്ടി സംസാരിക്കുന്നതിന് മുമ്പ് എടുക്കേണ്ട ഒരു കണക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യ വിട്ട് മന്യ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ കണക്കെടുക്ക്. ഒന്ന് പരിശോധിക്ക്. അതിൽ നിങ്ങൾ ഈ പേടിപ്പിക്കുന്ന മുസ്ലിങ്ങളില്ല. എന്തെന്നാൽ അവർക്ക് ആ പേടിയില്ല. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പണിയെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. മയ്യത്ത് പോലും നാട്ടിലേക്കാ വരുന്നത്, മരിച്ചാ പോലും. പിന്നല്ലേ ജീവിച്ചിരിക്കുമ്പോ എത്ര മലയാളികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ മുസ്ലിങ്ങൾ? ഒന്ന് പറഞ്ഞേ. എന്നാൽ ഗുജറാത്തിൽ പോയി നോക്ക്, അമേരിക്കയില്, കാനഡയില്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങൾ ആണോ? അല്ലല്ലോ. നിങ്ങൾ ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ന് പേരിന് പറയുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരുടെ വോട്ട് വാങ്ങുകയും ചെയ്തിട്ട് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒന്നുകൊണ്ട് മാത്രം അവർ ഈ രാജ്യത്ത് പാർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അറിയുമോ നരേന്ദ്രമോദിക്ക്? ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന വാദത്തിന് വേണ്ടിയെങ്കിലും നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണമെങ്കിൽ വർഗീയത പറയാം. അതൊരു ന്യായീകരണമായിട്ട് ഞാൻ പറയല്ല. നിങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ RSSന് ആഗ്രഹമുണ്ട്. ഒരു 100 കൊല്ലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 925 മുതൽ തുടങ്ങിയ പണിയാണ്. അതുകൊണ്ട് അത്യധ്വാനത്തിന്റെ ഫലമായി നിങ്ങൾ ഇന്ത്യ അടക്കിയെന്ന് വരിക, അടക്കല്ലോ. എന്നാലെങ്കിലും എന്തേ നിങ്ങൾക്ക് നേരെ ചൊവ്വ ഭരിക്കാൻ പറ്റാത്തത്? സുരേന്ദ്രൻ, തൊട്ടു മുമ്പുള്ള BJP-യുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഡോളറിന് നിങ്ങൾ 60 കൊണ്ടുവരുമെന്നാണ്. ഡോളർ 90 കടക്കാൻ പോവാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ചാരിയത്ത് എന്റെ പ്രസംഗം കേൾക്കുന്നവർക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും ഇത് പറയുമ്പോൾ. കാര്യം ഗൾഫിലുള്ളവർക്ക് അതൊരു ശാശ്വതമായ സന്തോഷമല്ല. റിയാലിന് ഇപ്പോൾ വലിയ റേറ്റ് ഉണ്ട്. അതൊരു ശാശ്വതമായ സന്തോഷമല്ല. ഇന്ത്യയുടെ മൊത്തത്തിലൂടെ കണക്കെടുത്താൽ റുപ്പിയുടെ തകർച്ച അപകടകരമാണ്. 10 കൊല്ലം കൊണ്ട് GDP ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. എന്തെന്നാൽ വൈകാരികതയെ കച്ചവടം ചെയ്യുന്നവർക്ക് ഭരിക്കാൻ കഴിയില്ല. അതാരായിരുന്നാലും. ഇവിടെയാണ് ഈ അടുത്ത് മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നിങ്ങൾ ഓർക്കേണ്ടത്. ആ മനുഷ്യനെ നിങ്ങൾ ആലോചിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഈ വലതുപക്ഷ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്തായിരുന്നു മാർപ്പാപ്പയെ ലോകം ആഘോഷിച്ചത് എന്ന് ചിന്തിക്കണം. ആ മനുഷ്യന്റെ ഓർമ്മകളുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഞാൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ലോകത്ത്, ഈ വലതുപക്ഷ രാഷ്ട്രീയം കത്തി നിൽക്കുന്ന രാജ്യത്ത് അദ്ദേഹം പറഞ്ഞ ചില നിലപാടുകളുണ്ട്, രാഷ്ട്രീയമുണ്ട്. ഇസ്രായേൽ ഇഷ്യൂ വരുമ്പോ, ഫലസ്തീൻ ഇഷ്യൂ വരുമ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പീഡിതരുടെ കൂടെയാണ്, വേദനിക്കുന്നവരുടെ കൂടെയാണ്. മാർപ്പാപ്പക്ക് മതമില്ലേ? മതപൗരോഹിത്യത്തിന്റെ അങ്ങേയറ്റത്തെ മനുഷ്യനല്ലേ മാർപ്പാപ്പ? വിശ്വാസമുണ്ടല്ലോ. വിശ്വാസം എന്തിനാണ്? നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കാര്യമാണ്. മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാതിരിക്കാൻ പറയുന്നതല്ല വിശ്വാസം. മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറയുന്നതല്ല വിശ്വാസം. മറ്റൊരു മനുഷ്യനെ അപകടപ്പെടുത്തുന്നതല്ല വിശ്വാസം. ഏതു സങ്കടത്തെയും ഏറ്റെടുക്കാൻ കഴിയുന്ന, മതത്തിനപ്പുറത്ത് മനുഷ്യൻ എന്ന പരിഗണനയോടെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന വിധാനത്തിലേക്ക് മതം ഉയരുമ്പോഴാണ്, മനുഷ്യന്റെ വിശ്വാസം ഉയരുമ്പോഴാണ് അവന്റെ മതത്തിന് പ്രാധാന്യം ഉണ്ടാവുക. മാർപ്പാപ്പ ഒരു മതവിശ്വാസത്തിന്റെ ലോകത്തിലെ ഏറ്റവും അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പൗരോഹിത്യത്തിന്റെ അങ്ങേ അറ്റത്തെ വ്യക്തിത്വമാണ്. ആ മനുഷ്യൻ മരിച്ചു പോയപ്പോൾ എന്തേ ലോകം കരഞ്ഞു പോയത്, സങ്കടപ്പെട്ടു പോയത്? എല്ലാവരുടെയും കൂടെ ആയിരുന്നു. പൗരോഹിത്യം മുഴുവൻ നോക്കേണ്ട ഒരു വ്യക്തിത്വം കൂടിയാണ് ആ മനുഷ്യൻ. ആർഭാടമില്ലാതെ ജീവിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ.
അറിയണം, ആർഭാടങ്ങളും ഉല്ലാസങ്ങളും ആഘോഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്ന ആധുനിക കാലത്തെ പൗരോഹിത്യത്തിന്റെ മുമ്പിലും മാർപ്പാപ്പ ഒരു വലിയ മാതൃകയായി ലോകത്തിന്റെ മുമ്പിൽ നിന്നു എന്നതും പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, മാർപ്പാപ്പയെ നിങ്ങൾ കാണുമ്പോഴാണ് ഈ വലതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ എങ്ങനെയാണ് യഥാർത്ഥ മതത്തിന്റെ വിശ്വാസികൾ ലോകത്ത് ജീവിച്ചു തീരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. മാർപ്പാപ്പ മരിച്ചുപോയപ്പോ നിങ്ങൾ കേട്ട വേറെയും ചില കാര്യങ്ങളുണ്ട്. അവിടെയാണ് നിങ്ങൾ സംഘികളെ മനസ്സിലാക്കേണ്ടത്, ക്രിസംഘികളെ മനസ്സിലാക്കേണ്ടത്, തീവ്രവാദത്തെ മനസ്സിലാക്കേണ്ടത്. തീവ്രവാദം കടന്നു പറഞ്ഞ് മതത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് പോയി നിൽക്കും. അത് തീവ്രവാദത്തിന്റെ പൊതു സ്വഭാവമാണ്. ഞങ്ങളൊക്കെ തീവ്രവാദ സമീപനങ്ങളെ എതിർക്കുമ്പോൾ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. വിശ്വാസി എത്രമേൽ നൈർമല്യമുള്ളവനാകുമോ, യഥാർത്ഥ വിശ്വാസം ഹൃദയത്തിനകത്ത് കേറുന്നവൻ എത്രമേൽ ഹൃദയഹാരിയോടെ ജീവിക്കുമെന്നോ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ചലനങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, ഭാഷയിൽ, ഇടപെടലിൽ എത്ര സുഹൃതമുണ്ടാകുമോ അത്ര തന്നെ അപകടകരമായിരിക്കും ഒരു വിശ്വാസി മതത്തെ ആഘോഷമാക്കി എടുക്കുമ്പോൾ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മതത്തെ വിശ്വാസമാക്കി ജീവിച്ചു എന്നതാണ് മാർപ്പാപ്പ വർത്തമാനകാലത്തിൽ ലോകത്തിലെ പൗരോഹിത്യത്തിന്റെ മോഡലാവുന്നതെങ്കിൽ, മതത്തെ ആഘോഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നതാണ് തീവ്രവാദം ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി മാറുന്നതും. RSS അവിടെ നിൽക്കുന്നു. നിങ്ങൾ കാസയെ കുറിച്ച് ഞാൻ പലപ്പോഴായി പറയാറുണ്ട്. കേരളത്തില് വളരെ മനഃപൂർവ്വം കാസയുടെ പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്, ഭരണകൂടമടക്കം. എത്ര മൃഗീയമായിട്ടാണ് ഈ കാസ ഇവിടെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ, അല്ലാത്ത ഇടങ്ങളിൽ, വെറുപ്പല്ലാതെ, വിദ്വേഷമല്ലാതെ. ഞാൻ പറയുന്നു, എതിർക്കേണ്ടത് ആരാണ്? ഈ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളാണ്, ഈ രാജ്യത്തിലെ മതപൗരോഹിത്യവുമാണ്. ആ ബാധ്യത എല്ലാവർക്കും ഉണ്ട്. SDPI വന്നപ്പോ, രാജ്യത്ത് തീവ്രവാദം വന്നപ്പോ എന്തു സമീപനമാണ് ഞങ്ങളൊക്കെ എടുത്തത്? ഈ വേദികൾ എങ്ങനെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്? അത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ മാത്രം ബാധ്യത കൊണ്ടല്ല, രാഷ്ട്രം എന്ന നിലക്ക് ഞങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വത്തിന്റെ കൂടെ ഭാഗമാണ്. കുറെ കൂടെ കൂടുതൽ ഞങ്ങൾ പറഞ്ഞു. കാര്യം എന്ത്? ഇത് ഞങ്ങൾക്കകത്തു നിന്ന് വരാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പറഞ്ഞു. ഈ ബാധ്യത ഈ എല്ലാവർക്കും ഇല്ലേ? കാസയെ പോലെ ഒരു വൃത്തികെട്ട വർഗീയ സംഘടന, മതവിദ്വേഷ സംഘടന രാജ്യത്ത് വരുമ്പോ അപകടമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കണ്ടോ, മാർപ്പാപ്പ മരിച്ചപ്പോ എല്ലാവർക്കും ആ മനുഷ്യനോട് വെറുപ്പില്ല, എല്ലാവർക്കും സ്നേഹം, മതത്തിന് അതീതമായ സ്നേഹം. കാരണം ലോകത്തിലെ മനുഷ്യരെ ഒരുപോലെ കാണാൻ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനനുസരിച്ച് ജീവിച്ചു. ഒരു മതവും മറ്റൊരു മതത്തെ നിന്ദിക്കാനോ അപകടപ്പെടുത്താനോ ഉള്ളതല്ല. അതുകൊണ്ട് അതനുസരിച്ച് ജീവിച്ച മനുഷ്യനെ ലോകം ബഹുമാനിക്കുമ്പോ എന്താ ഈ കാസക്കാര് പറഞ്ഞതെന്നറിയോ? അയാള് തീർന്നു, മരണം അയാളെ വിശുദ്ധനാക്കില്ല. കാരണം അയാൾ ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു, ലോകത്തിന്റെ തെരുവിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിച്ചു, ലോകത്തിന്റെ പിൻതെരുവിൽ മർദ്ദിതർക്ക് വേണ്ടി സംസാരിച്ചു. അതുകൊണ്ട് മാർപ്പാപ്പയെ ഞങ്ങൾ നിരാകരിക്കുകയാണെന്ന് പറയുന്ന കാസ എങ്ങനെയാണ് ക്രിസ്തുമത വിശ്വാസാവുക? എങ്ങനെയാണ് ഒരു മതത്തിന്റെ ഭാഗമാവുക? ആരാ ഇത് പറയേണ്ടത്? ഞങ്ങളാണോ? SDPI ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, PDP വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് ഞങ്ങൾ പറയേണ്ട രാഷ്ട്രീയമാണ്. എന്നാൽ കാസ എന്ന് പറയുന്ന RSSന്റെ കുട്ടി എന്ന് പറയാവുന്ന, RSSന്റെ വളർത്തുമകൻ എന്ന് പറയാവുന്ന, RSS പോറ്റുന്ന ഈ സംഘടന ഉണ്ടല്ലോ, അതിനെതിരെ കേരളത്തിന്റെ ജാഗ്രത വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് വരെ, നിങ്ങൾ അറിയുമോ, സോഷ്യൽ മീഡിയയിൽ ഇവർ പരത്തുന്ന വിദ്വേഷത്തെ നിങ്ങൾ എത്ര കണ്ടതാണ്? ഒരു വാക്കുകൊണ്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് നോവിച്ചിട്ട് പോലുമില്ല കാസയെ. അദ്ദേഹത്തിന് എങ്ങനെ പറയാനാവുക? മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് സത്യസന്ധമായി കാസക്കെതിരെ പറയാനാവുക? ആർക്കെങ്കിലും എതിരെ പറയാനാവുക? ലീഗിനെ പറയാം, കോൺഗ്രസിനെ പറയാം. കാര്യം എന്ത്? ഞങ്ങൾ ആക്ഷേപിക്കാലോ, ഞങ്ങളുടെ കയ്യിൽ ആയുധവും ഞങ്ങൾ അങ്ങനെ പ്രതികാരം ചെയ്യുന്നവരോ, ഞങ്ങൾ നിങ്ങൾക്കെതിരെ ആയുധം ഉപയോഗിക്കാൻ ഭരണകൂട ടൂളുകൾ ഉള്ളവരോ അല്ല. അതുകൊണ്ട് പറയാം. കാസയെ പറയുമോ? കാസയെ പറഞ്ഞാൽ RSSന് കൊള്ളും, RSSനെ പറഞ്ഞാൽ മോഡിക്ക് കൊള്ളും, മോഡിക്ക് കൊണ്ടാൽ വീണക്ക് കൊള്ളും. അപ്പൊ പിന്നെ പറയാൻ പറ്റൂല. അങ്ങനെയാണല്ലോ. മിണ്ടില്ലല്ലോ, നിങ്ങള് പറയില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റവും പുതിയ രാഷ്ട്രീയം നിങ്ങൾ അറിയുമോ? ഇന്നത്തെ സ്ഥിതി എന്താ അറിയോ? നിങ്ങള് എങ്ങനെയാ മുഖ്യമന്ത്രി സംസാരിക്കുക? അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയുണ്ട്. ഇന്ന് SFIOയുടെ കേസ് നടക്കുന്ന കോടതിയിൽ ED ഒരു പെറ്റീഷൻ കൊടുക്കും. എന്താ കൊടുത്താ അറിയോ? ആ കേസിന്റെ ഫയൽ ഞങ്ങൾക്ക് വേണം. അതിന് SFIO പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞങ്ങള് 54 പേജുകളുള്ള ഒരു മൊഴിപ്പകർപ്പ് ഒരു ബുക്ക്ലെറ്റ് ആയിട്ടാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. അത് കുറെ ഉണ്ട്. ഒരു ബുക്ക്ലെറ്റിനകത്ത് 54ഓളം പേജുകളുണ്ട്. ആ പേജുകളുള്ള ഒരു ബുക്ക്ലെറ്റാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. ED പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിന്റെ കോപ്പി വേണം. അപ്പൊ പറഞ്ഞാൽ ഞങ്ങൾ വിചാരണ കോടതി പറഞ്ഞത്, അങ്ങനെ കോപ്പി തരാൻ ഉള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ അടുത്തില്ല, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള അടിസ്ഥാന സൗകര്യം ഇല്ല.
എന്ന് മനസ്സിലാക്കണം. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ 5000 രൂപയേ ഉള്ളൂ. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. 5000-6000 രൂപക്ക് നല്ല ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കിട്ടും. ആ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഇല്ല ആരുടെ കയ്യില്? SFIOയുടെ കയ്യില്. അപ്പൊ ED പറഞ്ഞു കോടതിയില്, ഞങ്ങളൊരു മെഷീനുമായിട്ട് നിങ്ങൾ ഓഫീസിലേക്ക് വരാം. ഇത് തമാശയല്ല, ഇന്ന് കോടതിയിൽ നടന്നതാണ്. ഞങ്ങളൊരു മെഷീനുമായിട്ട് നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾ കോപ്പി എടുക്കാം. സമ്മതിക്കും? പറ്റൂല. എന്ന് വെച്ചാൽ ഈ കച്ചവടം ഞങ്ങളായിട്ട് തന്നെ നടത്താം, അതിന് ED വരണ്ടെന്നാണ്. ഇത് ഞങ്ങൾ ഇതിന്റെ വിലയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീണക്കെതിരെയുള്ള കേസിന്റെ വിലയൊക്കെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് കേരളത്തിൽ BJPയുടെ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. മൂപ്പരൊക്കെ നേരിട്ടുള്ള കച്ചവടം നടക്കുകയാണ്. ആ കച്ചവടത്തിൽ നിങ്ങൾ കയറണ്ട എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുവോ ഇപ്പോൾ SFIO ചാർജ് ഷീറ്റ് ഇട്ട കേസ് എവിടെയെങ്കിലും എത്തുമെന്ന്? അണിയറയിൽ കോംപ്രമൈസ് നടക്കാൻ. ഇതിനിടയിൽ എങ്ങനെയാണ് കാസയെ കുറിച്ച് മുഖ്യമന്ത്രി പറയാ? എങ്ങനെയാണ് RSSനെ കുറിച്ച് മുഖ്യമന്ത്രി പറയാ? ആരെക്കുറിച്ചെങ്കിലും പറയാൻ എങ്ങനെയാണ് കഴിയുക? ഏത് തരത്തിൽ കഴിയും? കഴിയില്ല. നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോ നിമിഷവും കേരളത്തെ നമ്മൾ അറിയാതെ, നമ്മളുടെ ഒരു സ്വാഭാവിക ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി എന്താണ്? ഞാൻ ലീഗ് ആയതുകൊണ്ട് ലീഗിന്റെ പക്ഷത്ത് മാത്രം നിന്ന് ചിന്തിക്കുക. കോൺഗ്രസ് ആയാൽ കോൺഗ്രസ് പക്ഷത്ത്, CPM ആയാൽ CPM പക്ഷത്ത്. ഒരു നിമിഷം നിങ്ങൾ സ്വതന്ത്രമായ ബോധത്തോടെ ഒന്ന് മാറി നിന്ന് ആലോചിച്ചു നോക്കൂ. പടിപടിയായി കേരളത്തെ RSSന്റെ നീക്കങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് RSSന്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ RSSകാർ എന്ന് പറഞ്ഞ് ഒരുമിച്ച് ഫോട്ടോ എടുത്ത് അവരുടെ ഗ്രൂപ്പിലിട്ടു. വലിയ വാർത്തയായി, വലിയ വിഷയമാകുമെന്ന് തോന്നിയപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ ഉത്തരം എന്താണ്? ആഭ്യന്തര വകുപ്പ് പറഞ്ഞ ഉത്തരം എന്താണ്? അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? സ്ഥലം മാറ്റുകയോ നടപടി എടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ. കേരളം പോലെ ഒരു സ്റ്റേറ്റിനകത്ത് ഇവിടുത്തെ പോലീസുകാരൻ സ്വതന്ത്രമായി ഈ നാട്ടിലെ ഒരു കേസ് കയ്യിൽ കിട്ടിയാൽ അന്വേഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിൽ മുഴുവൻ വിഷം വെച്ച് പെരുമാറുന്ന ഒരു അപകടകാരിയായ RSSകാരൻ ആവുന്ന രാഷ്ട്രീയം എപ്പോഴാ തുടങ്ങിയത്? ഒന്ന് പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മെനഞ്ഞാന്ന് 2-3 ദിവസം മുമ്പ് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ പാർക്കുന്ന എന്നാൽ കോട്ടക്കൽ സ്വദേശികളായ ഒരു കുടുംബം, ആ കുടുംബത്തിനകത്തുള്ള ഒരു ചെറിയ പയ്യനാണ് അഷ്റഫ്. ഇയാൾക്ക് മാനസികമായ ചില പ്രശ്നങ്ങൾ രൂക്ഷമാണ്. ഇയാളെ ഏത് സമയമാണ് അബ്സ്കോണ്ടിങ് ആവുക എന്ന് പറയാൻ പറ്റില്ല എന്ന് കുടുംബത്തിനറിയാം. ഏതെങ്കിലും ഒരു ജോലിക്ക് നിർത്തിയാൽ ജോലി കൊടുത്തുകൊണ്ടേയിരിക്കണം. ജോലി എടുക്കാൻ ഇല്ലെന്ന് തോന്നിയാൽ അഷ്റഫ് പോകും. അങ്ങനെ അഷ്റഫിനെ പിന്നെയും പിടിച്ചുകൊണ്ടിരും, പിന്നെ അഷ്റഫ് പോകും. അങ്ങനെ പോയതാണ്. മംഗലാപുരത്തായിരുന്നു ഒരു മാനസിക വിഭ്രാന്തിയുള്ള ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനെ അടിച്ചു കൊന്നു സംഘപരിവാർ രാഷ്ട്രീയക്കാർ. കേരളം ഞെട്ടിയ, TV-യിൽ വലിയ വാർത്തയായോ? ഇവിടുത്തെ മുഖ്യമന്ത്രി ഇല്ലേ, ആ മനുഷ്യന്റെ ബാധ്യതയല്ലേ അത്? അയാൾ എന്താ ചെയ്തത്? കർണാടകയിൽ എത്ര മുസ്ലിങ്ങൾ പാർക്കുന്നുണ്ട്, കേരളക്കാർ പാർക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മംഗലാപുരത്ത്. അവിടെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കണ്ടതല്ലേ കേരളത്തിൽ പോലും മധു എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ വിശപ്പ് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഭക്ഷണം എടുത്തതിന് വിചാരണ ചെയ്ത് കൊന്നുകളഞ്ഞത് ഈ കേരളം. നമ്മളൊക്കെ സങ്കടത്തോടെ നോക്കിയതല്ലേ? അതുപോലെയല്ലേ അഷ്റഫ്? പേര് മധു എന്നത് അഷ്റഫ് ആയാൽ പ്രശ്നം മാറുമോ? ഇവിടെ ആരാ ഞെട്ടിയത്? ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ലേ, ഇയാളുടെ സ്റ്റേറ്റിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയല്ലേ സ്വന്തം അടുത്ത കർണാടകയിൽ വെച്ച് RSSകാരൻ കൊന്നുകളഞ്ഞത്, ബജറംഗളുകാരൻ കൊന്നുകളഞ്ഞത്? മിണ്ടിയില്ലല്ലോ. ഇയാൾക്ക് സമുദായത്തെ മുഴുവൻ കൊണ്ടുപോയി അടവെച്ചു കൊടുക്കുന്നവര് ചോദിച്ചോ എന്താ ഉണ്ടാത്തതെന്ന്? സമുദായത്തെ CPMന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണല്ലേ, അവര് ചോദിച്ചോ എന്താ മുഖ്യമന്ത്രി ഇതെന്ന്? ചോദിച്ചില്ലല്ലോ. RSS ചെയ്താൽ പ്രശ്നമല്ല, സംഘപരിവാർ ചെയ്താൽ പ്രശ്നമല്ല. ഈ ഒരു സ്വാഭാവികത കേരളക്കരയിൽ ഉണ്ടാക്കിയത് ആരാണ്? അത് പറയൂ നിങ്ങൾ. വളരെ കൃത്യമായി വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞു എന്നാ പറയുന്നത്. സമുദായത്തെ മുഴുവൻ ആക്ഷേപിച്ചു പറഞ്ഞു. PC ജോർജ് അവന് തോന്നുന്ന തോന്നിവാസം മുഴുവൻ പറയാണ്. ആർക്കും എന്തു പറയാം. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പശ്ചാത്തലം മുഴുവൻ ഒരുക്കി കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന മുഖ്യനല്ലേ, നിങ്ങളല്ലേ? ഇവര് പറഞ്ഞത് നിലമ്പൂരിൽ നിന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്, PC ജോർജ് പറഞ്ഞത് ഇടുക്കിയിൽ നിന്നാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ പറഞ്ഞത് അങ്ങ് ഡൽഹിയിൽ പോയിട്ടാണ് അല്ലേ? പറഞ്ഞത് ഇംഗ്ലീഷ് പത്രത്തോടാണെന്ന് മാത്രം. എന്നാൽ ലോകം കേൾക്കൂ, മറ്റത് കേരളത്തിലല്ലേ കേൾക്കൂ. നിങ്ങളാ പറഞ്ഞത് ഈ മലപ്പുറം മുഴുവൻ കുഴപ്പമാണ്, കരിപ്പൂർ ഇന്ത്യയിൽ നോട്ട് ചെയ്യേണ്ട എയർപോർട്ടാണ്, അവിടെ ഇറങ്ങുന്ന മുസ്ലിങ്ങൾ മുഴുവൻ കള്ളക്കടത്തുകാരാണ്. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ആഫീസ് വഴി കടത്തിയ സ്വർണം അയാൾ മിണ്ടിയില്ല. ആര്? ശിവശങ്കരനും സ്വപ്നയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ന് പറയാവുന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് മിണ്ടിയില്ല ആ മുഖ്യൻ. കൊടകരയിൽ BJPയുടെ നേതാക്കന്മാർ കക്ഷികളായ ഹവാല മിണ്ടിയില്ല.
അയാൾക്ക് പറയാനുണ്ടായിരുന്നത് കരിപ്പൂരിൽ വന്ന സ്വർണത്തെ കുറിച്ച് മാത്രമാണ്, കരിപ്പൂരിൽ വന്ന പൈസയെ കുറിച്ച് മാത്രമാണ്. എന്നിട്ട് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കുഴപ്പമില്ല. ഈ പശ്ചാത്തലത്തെ മുഴുവൻ ആസൂത്രിതമായി സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പതുക്കെ 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 ഈ കേരളത്തിൽ ഈ ധ്രുവീകരണത്തിന്റെ തുടക്കം കുറിച്ച മനുഷ്യൻ ഈ പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എന്നിട്ടൊരു കുംഭസാരം മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോ എന്നിട്ട് അവിടുന്ന് പറയാണ്, പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു. ആ കുംഭസാരം കൊണ്ട് തീരുവോ? ആ കുംഭസാരം കൊണ്ട് നിങ്ങൾ ചെയ്ത പാപത്തെ കഴുകിക്കളയാൻ നിങ്ങൾക്ക് കഴിയോ? എന്തു സർക്കാരാണിത്? ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പോൾ പറ്റാവുന്ന തന്ത്രങ്ങൾ എടുക്കുക, വിളവുകൾ എടുക്കുക, മനുഷ്യരെ ഭിന്നിപ്പിക്കുക. എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച കാണുമ്പോഴേക്കും ആടുന്ന കുറെ സാമുദായിക വോട്ടുകൾ അങ്ങനെ അവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. അപ്പോ ഇലയിട്ട് കൊടുത്താൽ ചാടിക്കടിക്കുന്ന കുറെ ആടുകളുണ്ട് എന്നും അയാൾക്കറിയാം. അതുകൊണ്ട് അതിനു പറ്റിയ നമ്പറുകൾ ഇറക്കും, എന്നിട്ടോ അധികാരത്തിലേക്ക് പോവുക. മനുഷ്യന് ഉപകാരം. ഇതൊക്കെ പോട്ടെ. ഇപ്പോ സർക്കാരിന്റെ വാർഷികാഘോഷം നടക്കുകയാണ്. 100 കോടിയുള്ള വാർഷികാഘോഷം മുഴുവൻ കോടാണ്. അവിടെ എന്താണ്, കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോ മാർപ്പാപ്പ മരിച്ചു, കണ്ണൂരിൽ വന്നപ്പോ കൊല്ലത്ത് 2 ആളെ കുത്തിക്കൊന്നു, ആ വാർത്ത അതും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വയനാട്ടിലെത്തിയപ്പോഴേക്കോ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്നിട്ട് ആ വാർത്തകൾ മുഴുവൻ ദുരന്തം. ഇയാൾ കാലുകുത്തിയത് മുതൽ ഒരു എന്തെല്ലാം പൊട്ടത്തരങ്ങൾ രാജ്യത്ത് ഈ യൂട്യൂബ് തുറന്നാൽ കാണുന്നുണ്ട് നിങ്ങൾ. പലജാതി അസംബന്ധങ്ങൾ, ഓരോരുത്തരും മതത്തിന്റെ പേരും പറഞ്ഞ് വന്നിട്ട് പോലും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ പച്ചക്ക് ഈ കഷ്ടപ്പാടും ദുരന്തവും മുഴുവൻ മനുഷ്യന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ട് അതുവരെ മനസ്സിലാവില്ലേ സഹോദരന്മാരെ? നമുക്ക് അത് ഇയാൾ വന്ന മുതൽ നമ്മൾ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോ. ഏത് ദുരിതം ഇനി വരാനുള്ളത്? ഏത് വെള്ളപ്പൊക്ക വരാനുള്ളത്? ഇനി ആരാ ഒലിച്ചു പോകാനുള്ളത്? ഇനി ഏത് കൊറോണ വരാനുള്ളത്? ഇയാൾ കാല് കുത്തിയത് മുതൽ നാശാണ് ഈ നാട്ടില്. എന്തെല്ലാം ദുരന്തങ്ങളാണ് ഒരു നാട്ടിലുണ്ടായത്. എന്നിട്ട് ആ സർക്കാരിന്റെ 9ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് 100 കോടിയോളം 500 ബോർഡാണ് ഇയാള് വെക്കാൻ തീരുമാനിച്ചത്. മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനുള്ള 500 ബോർഡാണ്. രാവിലെ എണീച്ചിട്ട് ഇച്ചങ്ങായിന്റെ മോന്ത കണ്ടാൽ തന്നെ ആ ദിവസം പോകില്ലേ? ആലോചിച്ചോക്കള്. അയാൾ ഒന്നാ പിന്നെ ഉപദ്രവിക്കാതെക്കുക. എന്നിട്ടും ജനത്തിന് മനസ്സിലാകുന്നില്ല. 500 ബോർഡ്, അതിന് എത്ര പൈസ ചെലവെന്ന് ഞങ്ങൾ 15 കോടി ഉറുപ്പിയാണ്. എന്നാ ഫോട്ടോ എങ്കിലും കാണാതിരുന്ന അത്ര നേരം മനസ്സമാധാനം നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ? അതുമില്ല. ആ ഫോട്ടോ വെക്കാൻ. എന്നിട്ട് 100 കോടിയോളം ചെലവ്. ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാനുണ്ടോ? സർക്കാരിന്റെ കയ്യിലില്ല. സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വെക്കാൻ പൈസ ഉണ്ടോ? ഇല്ല. അംഗൻവാടിയിലെ പാവങ്ങൾക്ക് ഓണർ ചെയ്യാൻ കൊടുക്കോ? കൊടുക്കാൻ പൈസ ഇല്ല. സംഭരിച്ച നെല്ലിന് കർഷകർക്ക് പൈസ കൊടുക്കോ? കൊടുക്കാൻ ഓരോ കയ്യിൽ പൈസ ഇല്ല. ക്ഷേമനിധിയുടെ പെൻഷൻ കൊടുക്കാൻ എന്തെങ്കിലും പൈസ സർക്കാരിന്റെ കയ്യിലുണ്ടോ? 1 ഉറുപ്പ്യ ഖജനാവിലില്ല. സാമൂഹിക പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടോ? അതും കൊടുക്കാനില്ല. ആശുപത്രിയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവൻ രക്ഷാ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടോ? സർക്കാരിന്റെ കയ്യിൽ 10 ഉറുപ്പ്യ ഇല്ല. ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന രോഗികൾക്ക് കൊടുക്കുന്ന പൈസ ഉണ്ട് ഇവിടെ. ആ പൈസ കൊടുക്കാനുണ്ടോ? ഇല്ല. അതിനൊന്നും പൈസ ഇല്ല. 1 ഉറുപ്പ്യ ഇല്ല. അപ്പോഴാണ് 100 കോടി 200 കോടി മുടക്കിയിട്ട് ആഘോഷം. സർക്കാർ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നീന്തൽ കുളം ഉണ്ടാക്കാൻ പൈസ ഉണ്ടോ? അതിനൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അതിന് വിഷമമൊന്നുമില്ല. പേരക്കുട്ടികളും മക്കളൊക്കെ നീന്തി കുളിക്കുകയാണ്. നമ്മളെ ചിലവർ കുളിച്ചോട്ടെ എന്ന്, എക്സസൈസ് എടുത്ത് നന്നാവാണ്, തടിയൊക്കെ കുറയാണ്, കുറഞ്ഞോട്ടെ, ആക്ഷേപമൊന്നുമില്ല, നടന്നോട്ടെ. പക്ഷേ മനുഷ്യന് കൊടുക്കേണ്ടത് കൊടുക്കണ്ടേ? അത് കൊടുക്കണ്ടേ? പേരക്കുട്ടിനെ കൊണ്ടുപോയിട്ട് ടൂർ പോകാൻ വിഷമമുണ്ടോ? സാമ്പത്തിക പ്രയാസമുണ്ടോ? ഇല്ല. PSCയിലെ മെമ്പർമാർക്ക് അവരുടെ പെൻഷൻ പിന്നെയും ശമ്പളം വർദ്ധിപ്പിക്കാൻ വകുപ്പുണ്ടോ? അതും കുഴപ്പമില്ല. അതിനൊക്കെ പൈസ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ മഹാരാജാവിനെ എഴുന്നള്ളിക്കാൻ 500 കാറ്, 500 വണ്ടി, അതിലെ പെട്രോൾ, അതിലെ ഉദ്യോഗസ്ഥർ, ഈ ചെലവൊക്കെ എങ്ങനെയാ താങ്ങുക? അതിനൊക്കെ പൈസ ഉണ്ട്. അതിനൊക്കെ പൈസ ഉണ്ട്. നാട്ടുകാരുടെ കടയടപ്പിച്ചിട്ടും മഹാരാജാവ് എഴുന്നള്ളുന്നുണ്ട്. എന്നാലുണ്ടല്ലോ, ഇതൊക്കെയാണ് വസ്തുതയെങ്കിലും ഈ അന്തംഗം ഈ സഖാക്കള് ഇതൊക്കെ ന്യായീകരിച്ചോളൂ. ഞാൻ പറയാ, ഈ അണികൾ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. അപ്പൊ നമ്മളൊക്കെ ലീഗിന്റെ അണികളല്ലേ? ഒന്നല്ല അണികൾ എന്ന് പറഞ്ഞാൽ CPM-ന്റെ അണികളാണ്. ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ പിന്നെന്താ നേതാവല്ലേ പറഞ്ഞത്? പകലാന്ന് പറയുന്ന ഈ ജാതി അന്തംഗമ്മികൾ ലോകത്ത് വേറെ ഒരു പാർട്ടിക്ക് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ അസൂയ തോന്നും. കാരണം ഈ ജാതി അന്തങ്ങൾ ഒരു സമ്മേളനത്തിന് ആളായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത് CPM അല്ലാതെ വേറൊരു പാർട്ടിയിലേക്ക്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖമുണ്ട്. ആ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മനുഷ്യന്, ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വൈകാരികമായ മുഹൂർത്തങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യനാണ്. ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്ന 10 കൊല്ലം ആ സഭക്കകത്ത് നിൽക്കുമ്പോൾ എനിക്കറിയാം, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന നിലക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നിടത്ത് നമ്മളിങ്ങനെ കണ്ടുവരുന്ന കുറേ ശീലങ്ങളില്ലേ, ആ ശീലങ്ങളിലെ ഒരു അത്ഭുതമായ മനുഷ്യൻ. പാവങ്ങളുടെ എന്തൊക്കെ വൃത്തികേടായിരിക്കും അധികാരത്തിന്റെ ദുരമൂത്ത ഈ പിണറായി ആൾക്കെതിരെ പറഞ്ഞിരുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ. ആ കൂട്ടത്തിലാ പറഞ്ഞത് 6000 കോടിയുടെ അഴിമതിയാണ് ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്ത് നടത്തുന്നത്, അല്ലേ?
ആ ഉമ്മൻചാണ്ടി 6000 കോടിക്ക് വേണ്ടിയാണ് വിഴിഞ്ഞം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഒരു ഉളുപ്പില്ലാതെ പ്രതിപക്ഷത്തെ പോലും ബഹിഷ്കരിച്ച് ഒഴിവാക്കാവുന്ന ഇടത്തോളം ഒഴിവാക്കിയിട്ട് അവിടെ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ നിൽക്കുകയാണ്. അയാൾ മനസ്സിലാക്കണം, ഒരു സ്വേച്ഛാധിപതി, ഒരു അഹങ്കാരി. ഈ അഹങ്കാരിയായ മനുഷ്യന്റെ ചെയ്തികൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമായി ഈ പറയുന്ന അന്തം കമ്മികൾ വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇന്നലെ അതിനെതിരെ ഒരു വലിയ പ്രതിരോധം സോഷ്യൽ മീഡിയയിൽ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ആന്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എന്താണ് INS വിക്രാന്ത് വിമാനവാഹിനി കപ്പല് നീറ്റിലിറക്കുകയാണ്. ഇപ്പൊ ചാലത്ത് വന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. നീറ്റിലിറക്കുകയാണ്. ആരാ ഇറക്കണത്? ആന്റണിയുടെ ഭാര്യ എലിസബത്താണ്. കണ്ടില്ലേ? പിന്നെന്താ തൈക്കണ്ടി ഫാമിലി ഇവിടെ പോയാൽ എന്താണ്? തൈക്കണ്ടി ഫാമിലി എന്ന് പറഞ്ഞാൽ പിണറായിന്റെ ഫാമിലി എന്താണ് പോയാൽ? പേരക്കുട്ടി പോയാൽ എന്താ? ഈ കോൺഗ്രസ്സുകാരനും ലീഗുകാരനൊക്കെ 2 ദിവസമായിട്ട് കളിയാക്കല്ലേ? കണ്ടോ നിങ്ങൾ ആന്റണിയുടെ ഭാര്യ? എന്റെ സഖാവേ, വിവരം എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് നമുക്ക് ചോദിച്ചെങ്കിലും അറിയണ്ടെങ്കിൽ ഈ മാരിടൈം ആചാരം എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കേസാണത്. ഈ മാരിടൈം ആചാരം അവിടെ ഒരു ഇനിയിപ്പോ നാളെ CPM ഇന്ത്യ രാജ്യം ഭരിച്ചു എന്ന് വിചാരിക്കാം. ആ നാളെ ഏതാന്നുള്ള അള്ളാഹ് അറിയില്ല, നമുക്ക് അറിയില്ല. സുമാർ ആലോചിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെ MLA റിയാസ് കേന്ദ്ര സുരക്ഷാ മന്ത്രിയായിട്ട് വന്നു നോക്കുക. ഈ നേവിയുടെ ഒക്കെ ചുമതലയുള്ള ആളായി വന്നത് വിചാരിക്കുക. എന്നാൽ ആ റിയാസിന് ഇങ്ങനെ ഒരു ഷിപ്പ് വന്നാൽ നീറ്റിലിറക്കാൻ പറ്റുമോ? ഇല്ല. തൈക്കണ്ടിയിൽ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഇറക്കണം, വീണ വരണം. അല്ലെങ്കിലോ നേവൽ ഓഫീസിന്റെ നേവൽ ചീഫിന്റെ ഭാര്യ വരണം. അതൊരു മാരിടൈം ആചാരമാണ്. സഖാക്കളെ, ഈ ന്യായീകരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് 1 മിനിറ്റ് ആരോടെങ്കിലും അറിവുള്ള ഒരാളോട് വിളിച്ചിട്ട് ചോദിക്കട്ടെ, നിങ്ങളെ നേതാക്കന്മാർ ചെയ്യുന്ന ഈ പൊട്ടത്തരങ്ങളെ എന്തിനാണ് സ്വന്തം വ്യക്തിത്വത്തെ കളഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കാൻ പോണത്? എന്തിനാണ്? ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട് സഖാക്കൾ. എന്നാലും പിണറായി പുതിയ AKG സെന്റർ ഉണ്ടാക്കിയില്ലേ? 135 കോടിയാണ്. സഖാബ, നിനക്കറിയോ, നിലവിലുള്ള AKG സെന്ററിൽ ഫ്ലാറ്റ് കുറഞ്ഞിട്ടല്ല, സൗകര്യം കുറഞ്ഞിട്ടല്ല, കോൺഫറൻസ് ഹാൾ കുറഞ്ഞിട്ടല്ല, കേരളത്തിലെ CPM കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യക്കുറവും നിലവിലുള്ള AKG സെന്ററിൽ ഇല്ലാത്തത് കൊണ്ടല്ല. പാർട്ടിയിലെ ആളുകൾ ചോദിച്ചു, എന്തിനാണ് പിന്നെയും കോടികൾ മുടക്കി ഒരു ആഫീസ്? എന്താണെന്നറിയോ? അന്വേഷണ സംഘങ്ങൾ തലയുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ കണക്ക് കാണിക്കണം. ഉണ്ടാക്കിയ കള്ളപ്പണങ്ങൾ വെളുത്ത പണമാക്കി മാറ്റാൻ ചില ചെലവുകൾ കാണിക്കണം എന്ന് വെച്ചാൽ AKGയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ ആഫീസ് പോലും തന്റെ കള്ളപ്പണത്തിന് വേണ്ടി വിൽക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ഉണ്ടാക്കിയത് എന്ന സാമാന്യ ബോധമെങ്കിലും സഖാക്കളെ ഉണ്ടാവേണ്ട നിങ്ങൾക്ക്. ഇതൊരു സാമാന്യ ബോധമല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേരളത്തിൽ കളിക്കുന്ന കളി തൽക്കാലം ലാഭം ഉണ്ടാക്കാം, മെച്ചമുണ്ടാക്കാം. 4 കുറച്ച് സീറ്റുകൾ നിങ്ങൾ ഈ SFIയുടെ പേരിലൊക്കെ BJPക്ക് വിട്ടുകൊടുക്കാം, കൊടുത്തിട്ടുണ്ടാവാം. പാർലമെന്റ് സ്ഥാനം തൃശ്ശൂർ കൊടുത്ത പോലെ. പക്ഷേ ആത്യന്തികമായി തകരുന്നത് നിങ്ങളും നമ്മളും ഒക്കെ ഒരുമിച്ച് സമരം ചെയ്തെടുത്ത, ഇപ്പോഴും മരിച്ചു പോയിട്ടില്ല VS അച്യുതാനന്ദൻ, ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ എന്ന നിലക്ക് ഞങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതവിടെ അഷ്കറൊക്കെ ഉണ്ട്, ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്, ഷാഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അയാൾ ഒരു അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അയാൾ RSSുമായി സന്ധി ചെയ്യുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അയാളുടെ മനസ്സിലുള്ള മുസ്ലിം വിരുദ്ധതയെ അയാൾ ലവ് ജിഹാദ് പോലുള്ള പ്രയോഗങ്ങളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്, വിവരക്കേടുകളുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ RSSന് വിടുപണി എടുക്കുന്നു VS എന്ന് ഉന്നയിച്ചിട്ടില്ല. ആ VS ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളുടെ പോരാട്ടങ്ങൾ ബാക്കിയുണ്ട്, ചരിത്രങ്ങൾ ബാക്കിയുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ രാജ്യത്തെ കൊണ്ടുപോയി RSSന്റെ മുമ്പിൽ അടിയറ വെക്കുകയാണ്. ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറയാണ്, വെറുതെ രാഷ്ട്രീയം പ്രസംഗിച്ചു പോകല്ല. വർത്തമാന കേരളത്തിൽ ഞങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്കുണ്ട്. എന്താണെന്നറിയോ? ഇന്ത്യയിൽ ഏകദേശം രാഷ്ട്രീയം അതിന്റെ ഒരു തെളിച്ചത്തിൽ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അതിന്റെ അമരത്തുണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗ് ആ മുന്നേറ്റത്തിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ മുസ്ലിം ലീഗായി നിന്നുകൊണ്ട് തന്നെ നെഹ്റുവുമായി ഞങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോഴിക്കോട് അതിന് സാക്ഷിയാണ്. പക്ഷേ നെഹ്റുവിയൻ രാഷ്ട്രീയത്തെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്. എന്താ ക്ലാരിറ്റി? മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു, ചരിത്രത്തിൽ കാണാത്ത വിധം പീഡിപ്പിക്കപ്പെട്ടു, സങ്കടം നിറഞ്ഞ പീഡനമുണ്ടായി. അപ്പോ ആ ക്രിസ്ത്യാനികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു രാഹുൽ ഗാന്ധി. മണിപ്പൂർ മാത്രമല്ല, ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കാൻ വന്നപ്പോ രാഹുൽ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായി. ഇതാ വഖഫിന്റെ പ്രശ്നം വന്നു.
മുസ്ലിങ്ങളെ കോർണൈസ് ചെയ്ത് ഭീകരമായി ടാർഗറ്റ് ചെയ്ത് മുസ്ലിം സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ വഖഫിന്റെ പ്രശ്നം കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായ മുന്നേറ്റം ചെറുതല്ല. BJP പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പ്രതിപക്ഷത്തിന് സ്വരൂപിക്കാൻ കഴിഞ്ഞ മുന്നേറ്റത്തിന് രാഹുൽ നേതൃത്വം കൊടുത്തു. ഇത് ക്ലാരിറ്റിയാണ്, കൃത്യതയാണ്. എന്നാൽ ഒന്നുകൂടെ നിങ്ങൾ കേട്ടോളൂ. ഇന്ത്യയിലെ സംഘ് പരിവാരത്തിന്റെ അടിവേരറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ തീരുമാനം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസ മുന്നേറ്റങ്ങളുടെ ഭാഗമായി സംഭവിക്കാൻ പോവാണ്. സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ജാതി സെൻസ് വരാൻ പോകുന്നത്. ഇതാര് പറഞ്ഞതാ? ജാതി സെൻസ് കോൺഗ്രസ് ഡിമാൻഡ് ചെയ്തതാണ്, രാഹുൽ ഗാന്ധി ഡിമാൻഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രാഹുലിന്റെ പാർലമെന്റിലെ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ നടത്തിയ പ്രസംഗം നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. അത്രമേൽ ഗൗരവത്തിലാണ് രാഹുൽ അത് പറഞ്ഞത്. ഇവിടെ ഒരു ജാതി സെൻസസ് നടക്കുന്നത് 1931-ലാണ്, പിന്നെ നടന്നിട്ടില്ല. ജാതി സെൻസസ് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? RSSന്റെ അടിസ്ഥാന അജണ്ടയെ അത് പൊളിച്ചു കളയും. എന്തുകൊണ്ടെന്നാൽ RSS സവർണാധി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അത് മനുവിന്റെ നിയമം മുതൽ അവർ തിരസ്കരിക്കുന്ന സ്വീകരിക്കുന്ന നിയമങ്ങളെ മുഴുവൻ പരിശോധിച്ചാൽ ഞാൻ വിശദീകരിക്കുകയല്ല. എന്നാൽ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്? 4599 ജാതികൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, മതങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് കണക്ക്. 31-ലെ കണക്ക് 4591. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യത്യസ്തമായ ഇത്രയേറെ മതവിശ്വാസങ്ങൾ, സമുദായങ്ങൾ, ജാതീയതകൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്, ഏകത്വമല്ല. സംഘ് പരിവാർ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന സ്വാഭാവികമായി കൊണ്ടുവരാൻ സാധ്യതയില്ലാത്ത നിയമത്തിനു വേണ്ടിയാണ്. എന്നാൽ ഇന്ത്യയിലെ ജാതീയ സെൻസസുകൾ പൊളിക്കാൻ പോകുന്നത് RSSന്റെ അജണ്ടയാണ്. ഈ കണക്കുകൾ പുറത്തു വരുമ്പോ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ കണക്കുകൾ പുറത്തു വരുമ്പോ കേരളത്തിലെ RSSകാരൻ കാലങ്ങളായി പറയുന്ന ചില നുണകളടക്കം പൊട്ടിപ്പോകേണ്ടതുണ്ട്. ഒപ്പം ഞങ്ങള് ഒരു ലീഗുകാർ എന്ന നിലക്ക്, വിശ്വാസികൾ എന്ന നിലക്ക് കൂടെ ഞാൻ പറയട്ടെ, ഈ കണക്കുകൾ പുറത്തു വരുമ്പോ ഞങ്ങളുടെ പുന്നാര CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ പോലെ തലമുടിനാരിടയാണ് അതിർവരം. ഞങ്ങളുടെ സമുദായത്തിന് ഏതെങ്കിലും മേഖലയിൽ ഒരു തലമുടിനാരിയുടെ അവകാശം ഞങ്ങളുടെ കൈകളിൽ ഉണ്ടായാൽ മറ്റൊരു സമുദായത്തിൻ്റെത് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഇതേപോലെ സംഘടിച്ച് വാങ്ങിക്കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിജ്ഞാബദ്ധമായി നിൽക്കും എന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സെൻസസിനെ സ്വാഗതം ചെയ്യുകയും ആ സെൻസസിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയായി നിൽക്കുകയും ചെയ്യും. ഇത് ബാധ്യതയാണ്. പക്ഷേ ഇന്ത്യയിലെ സവർണ രാഷ്ട്രീയക്കാരാണ്, RSSകാരാ. നിങ്ങൾ ഭയപ്പെടണം. ഡൽഹിയിൽ മുഴുവൻ വിരാജിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അത് ഈ രാജ്യത്തിന്റെ സകലമാന മേഖലകളിലും, പട്ടാളത്തിൽ, നേവിയിൽ, എല്ലായിടത്തും ഈ രാജ്യത്തിലെ മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ സവർണ വിഭാഗമാണ്. ഈ രാജ്യത്തിലെ ദളിതുകളെ മുഴുവൻ മാറ്റി നിർത്തി, അടിസ്ഥാന വർഗങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി ഈ രാജ്യത്തിലെ 10,000-കണക്കിന് വരുന്ന മനുഷ്യ സമൂഹങ്ങളെ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യ സമൂഹങ്ങളെ അടിമകളാക്കി ഭരിക്കുന്നത് ഈ രാജ്യത്തിലെ സവർണ സമൂഹമാണ്. ഞാൻ ചാലിയത്തുകാരോട് പറയുന്നത്, പ്രതീക്ഷാ നിർഭരമാണ് ഇന്ത്യയുടെ ഓരോ പോക്കും. വഖഫിന്റെ മൂവ്മെന്റ് മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ആശങ്കക്ക് അടിസ്ഥാനമില്ല. കോഴിക്കോട് പറയുമ്പോഴും ഞാൻ പറഞ്ഞു, ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ ഒരു ഭരണകൂടമൊന്നും ആവശ്യമില്ല. അത് വേറെ കാഴ്ചപ്പാടാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ല, അത് വേറെ കാഴ്ചപ്പാടാണ്, ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷേ വിശ്വാസിക്ക് ജീവിക്കാൻ ഒരു ഭരണകൂടവും വേണ്ട, ഒരു ഭൂരിപക്ഷവും വേണ്ട, ഒരു കുടുംബം എന്ന സിസ്റ്റം പോലും വേണ്ട. നാം വിശ്വാസിയാവാൻ തീരുമാനിച്ചാൽ, അള്ളാഹുവിലേക്ക് അടുക്കാൻ തീരുമാനിച്ചാൽ എന്തിനാണ് മറ്റുള്ളവന്റെ അംഗീകാരം? എന്താ ആവശ്യം? അതുകൊണ്ട് ഈ രാജ്യത്തിലെ സംഘികൾ, ഈ കാണുന്ന ആൾക്കൂട്ടമുണ്ടെങ്കിലേ മുസ്ലിം ഉണ്ടാകൂ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയാണ്. അതിന്റെ കാര്യമില്ല. ഇനി പറയട്ടെ, വഖഫ് അത് കൊടുക്കുന്നവനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാടാണ്. കൊടുക്കുന്നവനും അള്ളാഹുവും തമ്മിലുള്ള ഇടപാട്. മഹല്ല് കമ്മിറ്റി ആയിട്ടുള്ളത് നിയമക്കാർക്കാണ്, അതല്ലെങ്കിൽ വഖഫ് ബോർഡും ആയിട്ടുള്ളതൊക്കെ നിയമത്തിന്റെ പ്രശ്നമാണ്. പണ്ട് ഈ വഖഫ് ചെയ്യുന്ന കാലം വന്നപ്പോൾ ഉണ്ടാക്കിയ ബോർഡല്ല ഈ വഖഫ് ബോർഡ്, പിന്നെ വന്നതാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് വഖഫ് ചെയ്യാൻ തീരുമാനിച്ചാൽ, അവൻ വഖഫ് ചെയ്താൽ അവന്റെ കൂലി അള്ളാഹുവിൽ നിന്ന് പരലോകത്ത് അവന് ലഭിക്കും. സംരക്ഷിക്കേണ്ട ബാധ്യത ലീഗായിട്ടും കൊടിയൊക്കെ പിടിച്ച് നടക്കണം നമുക്കുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായില്ല നിങ്ങൾ? മഹല്ലത്തൊക്കെ ആയി നടക്കണം നമുക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് രാഷ്ട്രീയമായ ഒരു സമരമാണ്. ആ സമരത്തിൽ ജയിച്ചാലും തോറ്റാലും വഖഫ് നിലനിൽക്കും.
NRC കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ മൂക്കിൽ വലിച്ചു കളയുന്നതല്ലായിരുന്നു അമിത്ഷാ പറഞ്ഞത്. അവരൊന്നും വലിക്കാൻ പറ്റിയ മൂക്ക് അമിത്ഷയുടെ മൂത്താപ്പന്മാരുള്ള കാലത്ത് നടന്നിട്ടില്ല. അതൊക്കെ വെറുതെ തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ ജീവിക്കും, ഈ നാട്ടിൽ അന്തസ്സോടെ അഭിമാനത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തിനെ ഉറക്കെ ഉച്ചരിച്ച് ഇവിടെ ജീവിക്കും. കലിമ ചൊല്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലാൻ വന്ന ചില തെമ്മാടി കൂട്ടങ്ങളുടെ കൂടെയൊന്നും ഈ വിശ്വാസികളെ ചേർത്ത് വെക്കാൻ RSSകാരൻ വിചാരിച്ചാലും നടക്കാൻ പോണില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ട് മരിച്ചവരുടെ പാരമ്പര്യത്തിന്റെ കൂടെ മാത്രമേ വിശ്വാസിയെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയൂ. ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരോട്, മനുഷ്യനോട് അധാർമികമായി പ്രവർത്തിക്കുന്നവന്റെ പേര് മുസ്ലിം എന്നല്ല, അവന്റെ വിശ്വാസം ഇസ്ലാമുമല്ല. ഞങ്ങളുടെ കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയപ്പെടുകയല്ല, രാഷ്ട്രീയമായ ദൃഢതയും ധൈര്യവും ഉണ്ടാവുകയാണ് വേണ്ടത്. നാളെ വല്ലാം കൂടെ ഒന്ന് മിണിക്കാൾ നടന്ന് വെറുതെ ടെൻഷനായിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല. അതൊന്നും വിശ്വാസിക്ക് പറഞ്ഞതല്ല. ധൈര്യപൂർവ്വം നിൽക്കണം. മറ്റൊന്ന്, നല്ല കൃത്യമായ വീക്ഷണങ്ങളും കൂട്ടായ്മയും ഉണ്ടാവണം. അനാവശ്യമായി പരസ്പരം തമ്മിൽ തല്ലാൻ ശ്രമിക്കുന്ന പുതിയ കാലത്ത് വറ്റുകുത്തുക എന്ന് പറയില്ലേ, ആ വറ്റുകുത്തുന്നതിൻ്റെ കുഴപ്പമായിട്ട് ഫിത്തനയായിട്ട് നടക്കുന്ന ആളുകൾ കുറച്ചെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഒരുമിച്ച് നിൽക്കാനുള്ള ശക്തിയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത്. അതിനാവട്ടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.